Hi, Namaste. Welcome to Mumbai Malayali YouTube channel. Hi. हम किधर जा रहे हैं? আমরা হাওড়া যাচ্ছি। हावड़ा? हावड़ा पे जा रहे हैं। ये ये जो है टोला फेरी घाट, हाँ 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 वेरी कट आहिरी टोला से हावड़ा जाना है। ഞങ്ങൾക്ക് പോകാനുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ അഹരിട്ടോള ഫെറി സർവീസ്. അവിടുന്ന് അഹരിട്ടോള ഫെറി ഘട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടുന്നാണ് ഞങ്ങൾ കയറുന്നത്. ടിക്കറ്റ് എടുത്ത് പാസ് എടുത്ത് ഈ ലോഞ്ചിൽ ഈ വലിയ ബോട്ടിൽ ചരിത്ര പ്രസിദ്ധമായ പടുകൂറ്റൻ ഹൗറ ബ്രിഡ്ജിനടിയിലൂടെ വരും. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. Only 6 rupees. 6 rupees है टिकट. ഇത് കണ്ടു, ഒരാൾക്ക് 6 രൂപയേ ഉള്ളൂ ഈ ലോഞ്ചിൽ യാത്ര ചെയ്യാനായിട്ട് ഹൗറ വരെയുള്ള ദൂരത്തേക്ക്. ബോട്ട് ഏകദേശം വരാറായി, സമയം അടുത്തു. ഞങ്ങൾ വേഗം ത്തേക്ക് അടുക്കുകയാണ്. ആൾക്കാരൊക്കെ അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ലോഞ്ചിന്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൂരെ നിന്ന് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ബോട്ട് വരുവാനായിട്ട്. ये जो गंगा रिवर, ये गंगा रिवर गंगा नाम से ही बुलाते हैं. हाँ, गंगा रिवर, गंगा नाम सेम लैंड इधर गंगा गंगा ही। गंगा ही है. गंगा ഇങ്ങനെ ഈ വിശാലമായ ഈ ഗംഗാ നദിയുടെ തീരത്താണ് ഇവിടെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. ഈ ഗംഗാ നദി വളഞ്ഞ് പുളഞ്ഞ് ഒഴുകി യുപിയിൽ നിന്നൊക്കെ കടന്നു വരുന്ന ഈ ഗംഗാ നദിയാണ് ഈ പശ്ചിമ ബംഗാളിന്റെ ഈ ഏരിയയിലൂടെ കൽക്കട്ടയിൽ ഇങ്ങനെ കടന്നു പോകുന്ന ഈ ഗംഗാ നദി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഭംഗിയാണ്. ഇവിടെ നിന്ന് വിദൂരതയിൽ കാണാനായിട്ട് ഗംഗാ നദി കണ്ട കടല് പോലെയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടക്കുക. എന്തായാലും ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ബോട്ട് വരുന്നേ ഉള്ളും തോന്നുന്നു. നമുക്ക് കാണാം. അപ്പൊ അതിന്റെ ദൃശ്യം, ബോട്ട് വന്ന് എടുക്കുന്ന ദൃശ്യവും കൂടി വളരെ ഭംഗിയാണ്. അങ്ങ് ദൂരെ ഹൗറ പാലം കാണാം. ചരിത്ര പ്രസിദ്ധമായ അതിഗംഭീരമായ ഗംഭീരമായി നിലകൊള്ളുന്ന ഹൗറ ബ്രിഡ്ജ്. അതിന്റെ ഒരു ഭാഗമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരു വശം, ബാക്ക് വശം മാത്രം. അതിന് വളരെ നീളമുണ്ട്. അപ്പൊ ആ ഹൗറ ബ്രിഡ്ജിന് എന്തായാലും നമുക്ക് അതിനടിയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ബോട്ട്. അതൊരു വലിയൊരു ദൃശ്യം തന്നെയാണ്. മുന്നോട്ട് വീഡിയോ കാണുക. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ് അങ്ങോട്ട്. ഇനിയിപ്പോ അവിടെ ബോട്ട് വരാനുള്ള സമയം വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബോട്ട് ഇപ്പൊ തന്നെ വരും. ഒന്ന് ദൂരെ അക്കരെ കാണാം. നമുക്ക് വലിയ കുറെ കെട്ടിടങ്ങളൊക്കെ കാണാം. ആ ദൃശ്യം അവിടെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അക്കരെ എന്താണ് സംഭവം? वो साइड में क्या है जरा बताइए. उस साइड में अलग अलग वो दिखता है. उस साइड नहीं है, उस साइड बेलूर मठ जो है ना. अरे वो स्टैच्यू അവിടെയുള്ള ഏരിയ കൊൽക്കത്തയുടെ ഗംഗാതീരത്തെ മറുകരയാണ്. ആ ഭാഗം ബേലൂർ മഠമാണ് കാണുന്നത്. ബേലൂർ മഠം എന്ന് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ ഇതായിട്ടുള്ളതാണ് ഈ ബേലൂർ മഠം. വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പൊ നമ്മുടെ ബോട്ട് കടന്നു വരുന്നു. അതിസുന്ദരമായ കാഴ്ച. നമുക്ക് പോകാനുള്ള ലോഞ്ച് ബോട്ട് ഇങ്ങനെ കടന്നു വരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. ഇതില് നീന്തി വരുന്ന, കുതിച്ചു വരുന്ന ആ ഒരു ലോഞ്ചിന്റെ ദൃശ്യം, ഗംഗാ നദി ഇങ്ങനെ അതിങ്ങനെ കയറുപെടുത്ത് കറങ്ങി തിരിഞ്ഞു വരികയാണ് ഇങ്ങോട്ട് അടുപ്പിക്കാനായിട്ട്. എല്ലാവരും ഇങ്ങനെ വളരെ കാത്തു നിൽപ്പോടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിലേക്ക് കയറുക. എന്തായാലും ഇതിലൊക്കെ കയറുന്ന ഒരു സംഭവം നമ്മൾ ഇവിടെ കേരളത്തില് നമ്മൾ കുമരകത്തും ആലപ്പുഴയിലും ഒക്കെ കൂട്ടി കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ കൊൽക്കത്ത എന്ന് പറയുന്ന സാംസ്കാരിക നഗരത്തിലെ ഗംഗാ നദിയിൽ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ വളരെ 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 ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ബോട്ട് യാത്ര. ഇതിലിപ്പോ നിറച്ച് ആൾക്കാരുണ്ട്. ഇതിൽ ഇറങ്ങാനുള്ളവരല്ല, ഇത് വേറൊരു സൈഡിൽ നിന്ന് വരുന്ന ബോട്ടാണ്. അപ്പൊ ആ ഒരു ഓരോ കരയിൽ ഓരോ ഇത് ഫെറിയിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് പോകേണ്ട ദൂര സ്ഥലത്തോട്ട് എല്ലാവരും വളരെ കൃത്യമായിട്ട് ക്യൂ നിന്നൊക്കെ കയറുന്ന ഒരു ദൃശ്യം ഇവിടെ കാണുവാൻ പ്രയാസമാണ്. കാരണം അങ്ങനെ ഒരു സ്ഥലമല്ല കൊൽക്കത്ത എന്ന് പറയുമ്പോൾ. ഒത്തിരി കാര്യങ്ങളിൽ അവർ ചിട്ട പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അത് വരാനിരിക്കുന്നേ ഉള്ളൂ. അത് ഇതുവരെ അവരിൽ എത്തിയിട്ടില്ല ആ ശീലങ്ങളൊന്നും. അപ്പം ഞങ്ങൾ ഇനിയിപ്പോ അവിടെ സീറ്റ് തപ്പിപ്പോയിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും നിറച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഇതിലൊക്കെ തൂക്കി പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ തൂക്കി കൈ പിടിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കാറ്റൊക്കെ കൊണ്ട് പോകുന്നൊക്കെ തന്നെയാണ്. ഓരോരുത്തരും റിലാക്സ് ചെയ്ത മൂഡിലാണ് നിൽക്കുന്നത്. അതൊക്കെ അപ്പം ഞങ്ങൾ കയറിയ ആ ഫെറിയാണ് കാണുന്ന ആ ഭാഗം. ഇനി ഞങ്ങൾ ദൂരെയുള്ള ആ ഒരു ഹൗറ ബ്രിഡ്ജിനടിയിലുള്ള പോകുന്ന ആ ഒരു വളരെ വളരെ ഭംഗിയുള്ള ഒരു യാത്ര, സുന്ദരമായ യാത്ര.
അതിലേക്ക് പോകാനാണ്. ഞങ്ങളിവിടെ കയറി ഇങ്ങേ അറ്റത്തോട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി നിന്നു. ദൃശ്യങ്ങളൊക്കെ പകർത്തുവാൻ കുറച്ചുകൂടി എളുപ്പം അതാണല്ലോ. അപ്പോൾ അദ്ദേഹം വിളിച്ചു, എൻ്റെ കൂടെയുള്ള ആള്. അപ്പോൾ അദ്ദേഹം മറ്റാരുമല്ല, എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ബ്രദറിലോയാണ്. അപ്പോൾ ദൂരെ നിന്നുള്ള ദൃശ്യമാണ് ആ ഒരു ഹൗറ പാലത്തിൻ്റെ. ഈ ഹൗറ പാലത്തിനടുത്തുള്ള ഹൗറ ഫെറിയിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫെറിയുണ്ട്. അവിടെയും കൂടി നിർത്തിയതിന് ശേഷമേ അത് അവിടെ ചെല്ലുള്ളൂ. എങ്കിലും ആ പോകുന്ന കാഴ്ചകൾ ഇത്ര വിശാലമായതുകൊണ്ട് ഓളങ്ങൾ ഇങ്ങനെ തിര തല്ലി നിൽക്കുന്നു. തിര എന്ന് പറയുമല്ലോ, കടൽ തിര പോലെ തന്നെ ഓളം തല്ലി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഇത്ര വിശാലമായ ഒരു നദി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര, ഇങ്ങനെ ഒരു നദിയിലൂടെ, ഗംഗാ നദിയിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കാറ്റ് അതിവിശിഷ്ടമാണ്. പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന കാറ്റ്, നമുക്കറിയാം കേരളത്തിൽ മഴ പെയ്യുന്ന കാറ്റാണിത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഉള്ള ചുഴലിക്കാറ്റ് രൂപാന്തരപ്പെട്ട് വരുന്ന ചുഴലിക്കാറ്റാണല്ലോ നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുക. അപ്പോൾ ഈ കാറ്റ് ഇവിടെ നിന്ന് കൊള്ളുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു അനുഭവമാണ്. ഇപ്പം അങ്ങനെ വലിയ വലിയ കാറ്റുകളൊക്കെ ഇവിടെ വരുമ്പോഴേ പേടിക്കേണ്ടതുള്ളൂ. എന്തായാലും ബോട്ട് അങ്ങനെ കൃത്യമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ് യാത്ര. അപ്പം ഇത് വളരെ വളരെ രസകരമായ ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് കണ്ടാൽ അത്രയും സുഖം വരില്ല എന്ന് ഇപ്പം മനസ്സിലായി. അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയത് കൃത്യമായ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാഴ്ചകളൊക്കെ. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു യാത്ര അദ്ദേഹം തന്നെയാണ് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയത്. രാജ്കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജിജുബായി നാം വിളിക്കുന്നത് എല്ലാവരും. അപ്പോൾ നാം ദൂരെ ഒരു ഫാക്ടറി കാണുന്നുണ്ട്. അക്കരെ ഒരു ഫാക്ടറി എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല. ആ സ്ഥലങ്ങളൊക്കെ ഈ ബേലൂർ മഠമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഹൗറ സ്റ്റേഷനിൽ നിന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചാൽ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതിൽ 5-10 രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ. അവിടെ ആ ബേലൂർ മഠം സൈഡിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആണത്, മഠമാണത്. അപ്പം അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിച്ചത് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചാണ് മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകണമെങ്കിൽ ഈ ഹൗറ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാം. അപ്പുറത്തോട്ട് പോകുമോ എന്ന് ഞാൻ തിരക്കിയില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ വളരെ സുഖകരമായിട്ട് അനുഭവിച്ച് പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടുത്തെ കൽക്കട്ടയിൽ പ്രത്യേകിച്ച് ഈ നഗര സ്ഥലങ്ങളിൽ എത്തിക്കുന്ന വെള്ളം, ശുദ്ധീകരിച്ച ജലം ഈ ഗംഗാ നദിയിൽ നിന്നാണ്. ഇത്ര സുലഭമായ വെള്ളം ഈ ഒരു ഉണക്ക സമയത്താണ്. നമ്മളിപ്പോൾ പോകുന്നത് ഈ മെയ് മാസത്തിലെ ഏറ്റവും കഠിനമായ ചൂടുള്ള സമയത്ത്. എന്നിട്ട് പോലും ഇവിടുത്തെ ഈ സമൃദ്ധമായ ഗംഗാജലം കാണുമ്പോൾ ഉള്ള സന്തോഷം. പക്ഷെ അതൊരു കലങ്ങി മറിഞ്ഞൊക്കെ കിടക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത് ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയാണ്. ആ കലങ്ങി നിൽക്കുന്നത് മണ്ണ്, ആ ഒരു മണ്ണാണ്. അപ്പോൾ ഇത് ശുദ്ധീകരിച്ച് തന്നെ മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇവിടെ താമസക്കാർക്കും കിട്ടാവുന്ന ശുദ്ധജലം ഇവിടെ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ദൃശ്യം എനിക്ക് കാണുവാൻ സാധിച്ചത്, ഇവിടെ സ്ഥലങ്ങളിലെല്ലാം സിറ്റിയിൽ, മെട്രോ സിറ്റി കൊൽക്കത്തയുടെ എല്ലാ ഭാഗങ്ങളിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ റോഡിന്റെ സൈഡിലുള്ള കടകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ ഒരു വലിയ പൈപ്പ് വഴി ഇങ്ങനെ വെറുതെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒഴുകി വരുന്ന വെള്ളം നല്ല ശക്തമായിട്ടാണ് ഒഴുകി വരുന്നത്. അത് ആ വെള്ളം പറയുന്നത് വേണമെങ്കിൽ പല ഉപയോഗത്തിനായിട്ട് എടുക്കാം ആൾക്കാർക്ക്. പിന്നെ അവിടെ എല്ലാം ശുദ്ധീകരിച്ച് പോകുന്ന ഒരു വെള്ളമാണ്. സിറ്റി റോഡുകളും ഒക്കെ അത് ശുദ്ധീകരിച്ച് പോകും ആ വെള്ളം. അപ്പൊ ഇത്രയും അലങ്കോലമായി കിടക്കുന്ന സിറ്റി ആണെങ്കിൽ ഒരു വെള്ളം അതുവഴി ഒഴുകി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ശുദ്ധീകരിക്കപ്പെടുമല്ലോ. എന്തായാലും ആ ഒരു പ്രക്രിയ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പുതിയ നഗരങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. എന്തായാലും കൊൽക്കത്തയിൽ ഞാൻ കണ്ട ദൃശ്യം അങ്ങനെയാണ്. റോഡിന്റെ മെയിൻ റോഡുകളുടെയൊക്കെ സൈഡിൽ ഇതുപോലെ ഗംഗാജലമാണ്. അത് അവിടുന്ന് സമർത്ഥമായിട്ടുള്ളത് അതിങ്ങനെ ഒഴുക്കി വിടുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതുവഴി ആർക്ക് വേണമെങ്കിലും ആ ജലം ഉപയോഗിക്കാം. അത് കഴുകാനും ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ എന്നേ ഉള്ളൂ. അത് കുടിക്കാൻ ഉപയോഗിക്കരുത്. കാരണം അത് വേറെ ശുദ്ധീകരിച്ച വെള്ളം പൈപ്പ് വഴി എല്ലാവർക്കും എത്തിക്കുന്നത്. ഇവിടെ വാട്ടർ സപ്ലൈ ഫ്രീ ആണ്. അതുകൂടെ ഞാൻ പറയാൻ മറന്നുപോയി. എന്തായാലും നമുക്കൊരു ലോഞ്ച് ഒരു ഫെറിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഹൗറ സ്റ്റേഷൻ അടുത്തുള്ള ഫെറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ഫെറിയിലാണ് ഇപ്പോൾ
ഇവിടെ നിർത്തിയിരിക്കുന്നത്. ചാടി ഇറങ്ങുന്നു യാത്രക്കാർ. അവിടെ ഇറങ്ങേണ്ടവർ വളരെ കുറവാണ്, അധികം പേരില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഉടനെ തന്നെ അവിടുന്ന് പുറപ്പെടും. അങ്ങനെ അവിടെ താമസമൊന്നുമില്ല, ചെറിയ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. അത് അവരിറങ്ങിയാൽ ഉടനെ യാത്ര പുറപ്പെടാൻ കണ്ട് അവിടെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. ആ നീല യൂണിഫോമിൽ കയറ് കെട്ടി അവിടെ അടുപ്പിച്ച് ഇട്ടിരിക്കുന്നു. അപ്പൊ ഈ സ്ഥലം കണ്ടു, ഇത് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഈ ഫെറിയോട് ചേർന്ന് കിടക്കുന്ന അത് ചങ്ങലയിൽ കെട്ടി വലിയ തൂണുകളിൽ കെട്ടിയിരിക്കുകയാണ് താഴെ എന്നാണ് മനസ്സിലാവുന്നത്. അതിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പണ്ട് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തന്നെ ഉണ്ടായതായിരിക്കും ഒരു പക്ഷേ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും അവിടുന്ന് ഫെറി വിട്ടു, ഞങ്ങൾ ടേൺ ചെയ്തു. ആ ബോട്ട് നേരെ പോകുന്നത് ഇനി അതിഗംഭീരമായ കാഴ്ചയാണ്. ഹൗറ ബ്രിഡ്ജിനടിയിലൂടെ ഉള്ള ആ ഒരു യാത്ര. അത് ബ്രിഡ്ജിൽ വലിയ പടുകൂറ്റൻ ബ്രിഡ്ജ്, അതിനടിയിലൂടെ നമ്മൾ കടന്നു പോകും. അതിന് തൊട്ട് മുമ്പേ ദൂരെ വേറൊരു കാഴ്ച കാണുന്നു. അതായത് വലിയ ഈ ഗംഗാ നദിയുടെ നടുക്കായിട്ട് തന്നെ വലിയ ഒരു കണ്ടു. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ അത് ഞാൻ ചോദിച്ചു. ഈ സംഭവം എന്താന്ന് ചോദിച്ചാല് അപ്പോൾ പറഞ്ഞത് ഈ മണ്ണ് വന്ന് അടിഞ്ഞുകൂടും ഇടയ്ക്ക്, ഈ എക്കൽ മണ്ണുകൾ വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ്. അപ്പം ആ ഒരു പുന കൂടി വരുമ്പോൾ അവർക്കറിയാം അത് അവിടുന്ന് മാറ്റും ആ മണ്ണ്. അതിനുവേണ്ടിയാണ് ഇത് നടുക്ക് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടു വശത്തോട് വിശാലമായി കിടക്കുന്ന നദിയായതുകൊണ്ട് ബോട്ടുകൾക്കൊക്കെ സഞ്ചാരയോഗ്യമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് അതാണ് സംഭവം. മണ്ണ് മാറ്റാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ടുള്ള വലിയ ഒരു സംഭവം സ്ഥിരമായിട്ട് അവിടെയുണ്ട്. അതാണ് കണ്ടത്. അതിനെ കവർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഏകദേശം ഈ പോകുന്ന കാഴ്ചയിൽ ഈ സ്ഥലത്തൂടി കാണുന്ന ഒരു വശത്തൂടി ഇങ്ങനെ വെള്ളം ചീറ്റ് ചെയ്ത് പമ്പ് ചെയ്ത് പോകുന്ന പോലെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അതിനടിയിലൂടെ ഈ അടിയിലത്തെ തട്ടില് വെള്ളം നദിയിൽ നിന്ന് കവിഞ്ഞു വരുന്ന വെള്ളം, അതായത് ഈ തിരയിൽ, ഈ ഗംഗാ നദിയിലുണ്ടാകുന്ന ഈ തിരയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വെള്ളം അടിച്ചകത്ത് കയറാറുണ്ട്. ആ വെള്ളം തിരിച്ച് വെളിയിലോട്ട് തന്നെ തള്ളി വിടുന്ന ഒരു പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് സംഭവം. ബോട്ടിലൊക്കെ യാത്ര ചെയ്തവർ ധാരാളം ഇത് വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവർക്കും കമന്റ് ചെയ്യാം. വീഡിയോയിൽ നല്ല കമന്റുകൾ പോരട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ആ ഒരു ഡ്രഡ്ജിങ് ചെയ്യുന്ന സംഗതികൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. മുമ്പേ കണ്ട ആ ഒരു സംഭവം തന്നെയാണെന്ന് അറിയുന്നു. എന്തായാലും ഇതൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ സ്ഥിരമായിട്ട് ഫെറി സർവീസ് ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇതിൽ അത് ഫെറിയിലൊക്കെ യാത്ര ചെയ്യാൻ ധാരാളം ആളുകൾ ഉണ്ടല്ലോ എന്നെനിക്ക് അതിശയമായി തോന്നിപ്പോയി. കാരണം നമ്മുടെയൊക്കെ ബോട്ട് സർവീസുകൾ ഇതുപോലെ നടക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല കേരളത്തിൽ. എന്തായാലും ആൾക്കാർ യാത്ര ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ കൂട്ടത്തിൽ ഈ ഫെറിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഫെറി സർവീസ്, ഈ ബോട്ട് സർവീസ്, ഈ ലോഞ്ച് സർവീസിന്. അപ്പം എന്തായാലും നമ്മൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഏകദേശം ഈ ഹൗറ ബ്രിഡ്ജിന്റെ ചരിത്ര പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് നിർമ്മിച്ച ഈ ഹൗറ പാലം എഞ്ചിനീയർമാരും തൊഴിലാളികളും ഒക്കെ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ഇരുമ്പില് തീർത്ത ഒരു മഹാത്ഭുതം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ പോകാൻ ഏകദേശം കുറച്ച് സമയം കൂടെ ഉള്ളൂ. വന്നു എത്തി, അതിനടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ നീളം കണ്ടോ, ഈ ഹൗറ ബ്രിഡ്ജിന്റെ നീളം കണ്ടോ, എന്തുമാത്രം. ഹൗറ സ്റ്റേഷനാണ് ഈ ചെന്ന് എത്തിച്ചേരുന്നത്. ദൂരെ കാണുന്നത് അപ്പുറത്ത് ഹൗറ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്ക് കാണാൻ, ലൈറ്റ് ഇട്ടിരിക്കുന്ന ഭാഗമൊക്കെ. ഒരു ബോട്ട്, വളരെ ഭംഗിയുള്ള ഒരു ബോട്ട് കടന്നു വരുന്നു. അത് 2 നിലയിലാണ് ആ ബോട്ട്. അത് വെസ്റ്റ് ബംഗാൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്നാണ് അറിയുന്നത്. ആ ഒരു ബോട്ട് ഫ്രണ്ടിൽ ഒരു അരയന്നം പോണൊക്കെ ഉള്ള ഒരു അലങ്കാര പണികളൊക്കെ ഉള്ള നല്ല ഒരു ബോട്ട് 2 നിലയിലാണ്. ഭംഗിയായിട്ടുള്ള ബോട്ട്. അതിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായി. എന്നാലും സാരമില്ല, ഇതിൽ നിന്ന് എൻ്റെ ചിത്രം പകർത്താൻ സാധിച്ചല്ലോ.
ഏകദേശം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഹൗറ സ്റ്റേഷനിലേക്ക് പോകുന്നവർക്ക് ആ ഒരു ഹൗറ ഫെറിയിൽ നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ സാധിക്കും. ദൂരെ മറ്റ് ബോട്ടുകളൊക്കെ കാണാം, അടുത്തടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ പമ്പയും ഗംഗയും തമ്മിലൊക്കെ സാദൃശ്യമേ ഇല്ല. പമ്പ നദിയൊക്കെ വളരെ നദി എന്ന് പറയുന്നതെങ്കിലും വളരെ വീതി കുറവാണല്ലോ. ഇതെന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ഈ ഗംഗാ നദി എന്ത് വിശാലമായിട്ടാണ് കിടക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ആൾക്കാർ ഈ ഫെറിയിലേക്ക് അടുക്കാറാകുമ്പോഴും ഈ ബോട്ടിലേക്ക് കയറാനുള്ള ആൾക്കാരും, കാരണം ഇവിടെ ഹൗറ വരെ അല്ല ഈ ഒരു സർവീസ്, ഇതും വിട്ട് പിന്നെയും പോകും. എന്തായാലും കൂടുതൽ പേര് ഇവിടെ ഇറങ്ങാനുള്ളവരാണ് ഹൗറ സ്റ്റേഷനെടുത്ത്. മുന്നോട്ട് പിന്നെയും ഉണ്ട് ഓരോ ഫെറികൾ, അവിടെ എല്ലാം പോകും. ഇറങ്ങാനുള്ള സമയമായി, എല്ലാവരും ഇറങ്ങുന്നു. നല്ല രസമുള്ള ഒരു യാത്ര. അത് യാത്രാവിശേഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് സാവകാശം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ തള്ളുകൂടുന്ന ഒരു സ്വഭാവം, വളരെ തള്ളുന്നില്ലെങ്കിൽ തന്നെ ഇവർക്ക് തോന്നിക്കുന്ന സ്വഭാവം ഇവിടെ അങ്ങനെ കാണാറില്ല. കാരണം നമ്മളൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിലും ഫ്ലൈറ്റ് ബസ്സിലും ഒക്കെ കയറുന്നവർ തന്നെ താമസിച്ചിരുന്നത് നേരത്തെ വളരെ കാലം മുമ്പ് താമസിച്ചിരുന്നു. അവിടെ മാത്രമേ ഞാൻ ക്യൂ സിസ്റ്റം കണ്ടിട്ടുള്ളൂ. ഈ ട്രെയിനിൽ കയറാൻ പോലും ക്യൂ തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. അത് എപ്പോഴും കാണില്ല, ചില സമയത്തൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ ട്രെയിനിൽ അറിയാതെ തന്നെ ആൾക്കാരെ തള്ളിക്കയറി പോകും. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബസ്സിൽ കയറാനും ഒക്കെ ക്യൂ ഞാൻ കണ്ടിട്ടുണ്ട് മുംബൈയിൽ. അപ്പൊ എന്തായാലും നമ്മൾ അവിടുന്ന് ഇറങ്ങി ഹൗറ സ്റ്റേഷന്റെ ഒരു ദൃശ്യം കൂടി പകർത്തുന്നു. അപ്പൊ ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ടൊക്കെ എല്ലാവരും ചാടി ഇറങ്ങുമെങ്കിലും എനിക്ക് എന്റെ കയ്യിൽ ഈ മൊബൈലും ഹോൾഡറും ട്രൈപോഡും ഒക്കെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടി തന്നെ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സാവകാശം ആൾക്കാർ തള്ളുകൂടാതെ അങ്ങോട്ട് ഇറങ്ങി. ഫെറിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ ധാരാളം പേര് കയറുവാൻ, അധികം പേര് ഇവിടെ നിന്നുള്ളതായിട്ട് തോന്നിയില്ല. മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള കുറെ പേര് അതിലുണ്ട്. അപ്പം കൂടുതൽ പേര് ഇവിടെ തന്നെയാണ് ഇറങ്ങിയത്. കാരണം എല്ലാവർക്കും ഹൗറയിൽ വന്നിട്ട് ദൂര സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഹൗറ സ്റ്റേഷനിൽ വന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിക് ട്രെയിനിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യാനും ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളിലും ഒക്കെ ആയിട്ട് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്യാൻ വളരെ സൗകര്യപ്രദമായ ഒരു ഫെറി സർവീസ് ആണെന്ന് തോന്നുന്നു ഇത്. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി മുന്നോട്ട് പോവുകയാണ്. ഹൗറ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്താണ് ഇനിയിപ്പോ കൊണ്ടുപോകുന്നത്. ഹൗറ സ്റ്റേഷന്റെ ചുറ്റുപാടുമുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. കൂടാതെ കമന്റ് ബോക്സിൽ മെയിനായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അതിന്റെ വീഡിയോയുടെ ലിങ്ക്. എന്റെ വീഡിയോകൾ കാണുക. ഇനിയും തീർച്ചയായിട്ടും കൽക്കട്ടയുടെ നല്ല വീഡിയോകളുമായി വരുവാൻ ശ്രമിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വഴി കാണിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. এই তো মানে বাবাটা ভাসছে। গাড়ি